So hi, hello everyone, welcome back to Newton's class. So in today's class, we'll be discussing the Unit 5, Chapter number 1. Unit 5 Chapter number 1 ആയ Toys to Teens എന്ന് പറയുന്ന one of the interesting chapter related to technology അല്ലേ. കംപ്ലീറ്റ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വി ക്യാൻ സി എ റെഫറൻസ് ഓഫ് ഗ്രേസ് സ്റ്റോറി അല്ലേ. ഗ്രേസിൻ്റെ ഒരു സ്റ്റോറി, ഒരു ഫണ്ണി സ്റ്റോറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ നൗ വിത്തൗട്ട് എ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ക്ലാസ്. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രേസ്, an 8-year-old girl, third grader, told her mom she wanted a monster high doll named Dracula for Halloween. ഹാലോവീൻ സെലിബ്രേഷന് വേണ്ടി തനിക്കൊരു ഡോൾ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഗ്രേസ് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. സോ ഏതൊരു മദർ ആയാലും ഷീൽ ബി സർപ്രൈസ്ഡ് അല്ലേ. മദർ വാസ് വെരി സർപ്രൈസ് ടു ഹിയർ ദിസ്. അമ്മ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല മകൾ ഇങ്ങനത്തെ ഒരു കാര്യം പറയുമെന്നുള്ളത്. അപ്പോൾ അമ്മ ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് നെട്ടുന്നുണ്ട്. So Grace liked Dracula's features such as her long black hair, pink boots, pet bat and stylish outfit. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കണ്ടിട്ടാണ് ആർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഡ്രാക്കുളാരയ്ക്ക്, നമ്മുടെ ഗ്രേസിന് ഡ്രാക്കുളാരാണ് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, സോ ഗ്രേസ് ലേൺഡ് അബൌട്ട് മോൺസ്റ്റർ ഹൈ ഡോൾ ഫ്രം ഹർ ഫ്രണ്ട് മാഡി, വാച്ച് ദ വീഡിയോസ് ആൻഡ് പ്ലേഡ് റിലേറ്റഡ് കമ്പ്യൂട്ടർ ഗെയിംസ്. ഓക്കെ, സോ ഈ ഒരു ഡ്രാക്കുളാറിനെ റിലേറ്റ് ചെയ്തിട്ട് കുറേ വീഡിയോസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഗെയിംസൊക്കെ കണ്ടു. അങ്ങനെയാണ് ആർക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മുടെ ഗ്രേസിന് ഇഷ്ടപ്പെട്ടത്. സോ ഗ്രേസ് ശരിക്കും ഡ്രാക്കുളറിനെ പറ്റി അറിയുന്നത് ആരിലൂടെയാണ്, നമ്മുടെ മാഡി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിലൂടെയാണ് ശരിക്കും ഡ്രാക്കുളാര എന്ന് പറയുന്ന ഒരു ടോയ് ഉണ്ടെന്ന് തന്നെ ആരറിയും, നമ്മുടെ ഗ്രേസ് അറിയുന്നത്. ഓക്കെ, സോ ഗ്രേസ് എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ ദാറ്റ് വീഡിയോ ദ ഡോൾസ് അപ്ലൈ മേക്കപ്പ്, റൈറ്റ് ഇൻ ഡയറീസ്, അറ്റൻഡ് മോൺസ്റ്റർ ഹൈ സ്കൂൾ ടുഗെദർ. സോ അങ്ങനത്തെ കുറേ വീഡിയോസിൽ ഗ്രേസ് കണ്ട കാര്യങ്ങൾ എന്താണ്, നല്ലോണം മേക്കപ്പ് അപ്ലൈ ചെയ്യും, ഡയറീസ് എഴുതാറുണ്ട്, പിന്നെ ദേ യൂസ് ടു അറ്റൻഡ് മോൺസ്റ്റർ ഹൈ സ്കൂൾ ടുഗെദർ. സോ ഡ്യൂറിങ് എ wall visit, Grace saw the doll on display, begged her mom for one, and her mom eventually bought it for $21.99. Dracula's doll. Okay, so ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ ഒരു ദിവസം ഇവർ മോളിൽ പോകുന്നുണ്ടായതുപോലെ അമ്മേനെ ഫോഴ്സ് ചെയ്ത് തന്നെ നമ്മുടെ ഗ്രേസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു ഡോള് കൃത്യമായിട്ട് ആ ഒരു വില, അതായത് $21.99 കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് വാങ്ങുന്നുണ്ട്. ഓക്കെ, സോ നൗ ഹിയർ വി ക്യാൻ സീ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു എക്സാമ്പിൾ സ്റ്റോറിയാണ്, ഒരിക്കലും ഇത് ആ സ്റ്റോറി നമ്മുടെ ആ ഒരു ആർട്ടിക്കിളായിട്ട് ഇതൊരിക്കലും കണക്ട് ചെയ്യരുത്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ സ്റ്റോറി. ഓക്കെ, എങ്ങനെയാണ് ഒരു കുട്ടിനെ, ഒരു ടെക്നോളജി എങ്ങനെയാണ് ഒരു കുട്ടിനെ ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു കുട്ടീനെ എങ്ങനെയാണ് അത് അട്രാക്ട് ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് ആ സ്റ്റോറിയിലൂടെ മനസ്സിലായത്. Now here we can see increased spreading on അഡ്വർടൈസിങ്ങിന് എങ്ങനെയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, സ്പെൻഡിങ്, അതായത് അത്രയും നമ്മൾ വില കൊടുക്കുന്നുണ്ട് എന്തിനു വേണ്ടി, അഡ്വർടൈസിങ്ങിന് വേണ്ടി. സി അഡ്വർടൈസ്മെൻറ്റ് കാരണം കുറേ എമൗണ്ട് ബിക്കോസ് ഒരു കമ്പനിയിലെ പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ അത് ആൾക്കാർ എന്ത് ചെയ്യുള്ളൂ, സ്വീകരിക്കുള്ളൂ, ആൾക്കാർ അത് വാങ്ങുള്ളൂ. ബേസിക് തിങ്, റൈറ്റ്? സോ അതുപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, സോ ബില്യൺസ് ആർ സ്പെൻഡ് ഇയർലി ഓൺ മാർക്കറ്റിംഗ് ടു ചിൽഡ്രൻ. ഓക്കെ, കുട്ടികളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇത്രയും ബില്യൺസ് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, 3 times more than 20 years, 20 വർഷങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 ഇരട്ടി അത് കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നൗ ഹിയർ വി ഹാവ് ടു ഫോക്കസ് ഓൺ 3 റീസൺ. 3 റീസൺസിനെ നമ്മളിവിടെ എന്ത് ചെയ്യണം, 3 റീസൺസിനെ നമ്മളിവിടെ കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്യണം. ദ ഫസ്റ്റ് വൺ ഇസ് മാർക്കറ്റേഴ്സ് ആർ പേയിങ് മോർ അറ്റൻഷൻ ടു യങ് കസ്റ്റമേഴ്സ്. വൈ? ദർ ആർ 3 പെർട്ടിക്കുലർ റീസൺസ്. 3 റീസൺസ് പ്രകാരമാണ് അവർ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റേഴ്സ് കൃത്യമായിട്ട് യങ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ യങ് കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ, പേ അറ്റൻഷൻ കൊടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്, കൂടുതൽ യങ് കസ്റ്റമേഴ്സിനാണ് അവർ കൊടുക്കുന്നത്. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദി ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് ചിൽഡ്രൻസ് സ്പെൻഡിങ് പവർ. കുട്ടികൾ എങ്ങനെയാണ് മണി സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദേ ഹാവ് ദാറ്റ് കാപ്പബിലിറ്റി. സോ വെനെവർ യു ആർ റീഡിങ് ദിസ് ചാപ്റ്റർ, മേക്ക് ഷുവർ ദാറ്റ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് യൂറോപ്യൻ ബാക്ക്ഗ്രൗണ്ട്, അമേരിക്കൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ, സോ ഒരിക്കലും വി കാൺട്ട് ജസ്റ്റ് റീഡ് ദിസ് ചാപ്റ്റർ വിത്ത് അവർ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട്. നമുക്കൊരിക്കലും അങ്ങനെ പോക്കറ്റ് മണി ആവശ്യമില്ലാണ്ട് കിട്ടാറില്ല. മേ ബി ദർ ആർ ഫാമിലീസ്, ബട്ട് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ പോക്കറ്റ് മണി, ഒരേ വീട്ടിലെ പണി ചെയ്യുമ്പോഴൊക്കെ കാശ് കിട്ടുക എന്നുള്ളത് ദാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി ലെസ്, isn't it? അപ്പോൾ നമുക്ക് നോക്കാം. Children have more money to spend due to earnings from household chores and receiving money as gift during holidays. ഹോളിഡേയ്സിന് ഗിഫ്റ്റ് കിട്ടുന്നു, വീട്ടിൽ പണി ചെയ്തിട്ട് കാശ് കിട്ടുന്നു. ഇതൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തം ഇൻഡിവിജ്വലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. Teens spend even more on clothes, candies, soft drinks and music. Okay, so maybe ആ ഒരു കാലഘട്ടത്തിൽ കൂടുതലും കുട്ടികൾ സ്പെൻഡ് ചെയ്തത് എന്തിനാണ്, ക്ലോത്ത്സ്, ക്യാൻഡീസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് മ്യൂസിക്സ് എക്സെട്ര. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ഓൺ ഫാമിലി purchase. Okay, so once a child has a great knowledge on everything, the family will definitely ask them for opinions.
കൃത്യമായിട്ട് കുട്ടികളോട് ചോദിക്കും, ഇത് വേണോ, ഇസ് ദിസ് ഗുഡ്, ഇത് നമുക്ക് വാങ്ങിച്ചാലോ എന്നുള്ളൊരു ഒരു ഒരു ഓപ്ഷൻ കുട്ടികളോട് ചോദിക്കാണ്ട് ഡെഫിനറ്റ്ലി ഈ ഒരു കാലഘട്ടത്തെ പാരൻസ് ഒരിക്കലും ഇരിക്കില്ല. സോ അത് തന്നെയാണ് നമുക്ക് രണ്ടാമത് കാണുന്നത് കിഡ് ഇൻഫ്ലുവൻസ്. ഹൗസ് ഹോൾഡ് പർച്ചേസ് ലൈക്ക് സ്നാക്സ്, ടൂത്ത് പേസ്റ്റ്, ഷാംപൂസ്. ഓക്കെ, പുതിയ പുതിയ സ്നാക്സുകൾ ഇറങ്ങുന്നത് കുട്ടികളത് വേണമെന്ന് ആവശ്യപ്പെടും. സോ അതെന്തിനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫാമിലീൻ്റെ പർച്ചേസ് റേറ്റിനെയാണ് അത് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ടീൻസ് ഗിവ് ഓപ്ഷൻസ് ഓൺ ബിഗർ ഡിസിഷൻസ് ലൈക്ക് കാർ, ഗാഡ്ജറ്റ്സ് ആൻഡ് വെക്കേഷൻസ്. ഓക്കെ, പല പല പുതിയ പുതിയ ഡിസിഷൻസിനും ആരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് വലിയ വലിയ കാര്യങ്ങൾ വാങ്ങാൻ, കാർസ്, ഗാഡ്ജറ്റ്സ്, വെക്കേഷൻസ് പോകാനൊക്കെ കാര്യങ്ങൾ ഇപ്പം എന്ത് ചെയ്യാറുണ്ട്? ടീൻസ് കൃത്യമായിട്ട് അതിനുള്ള ഓപ്ഷൻസ് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിലാണ് ഫ്യൂച്ചർ കൺസ്യൂമേഴ്സ്. So here we can see marketers focus on kids as future adult consumers. So once a perfect young kid is ready to buy a thing, he'll buy that for his future as well. അതൊരിക്കലും, അതായത് ഒരു പ്രോഡക്റ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് അതെന്ത് ചെയ്യും, അത് തന്നെ നമ്മുടെ ലൈഫ് ലോങ് നമ്മളത് വാങ്ങാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, എനിക്ക് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇഷ്ടമാണ് ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് യൂസിങ് എനി അതർ പേസ്റ്റ്. ഓക്കെ, സോ വൺസ് എനിക്ക് കോൾഗേറ്റ് ഇഷ്ടപ്പെട്ടാലും ഞാൻ ഫ്യൂച്ചർ മാക്സിമം എവിടെ പോയാൽ എന്ത് തപ്പുള്ളൂ, കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കുള്ളൂ. സോ അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അവർ യങ് കസ്റ്റമേഴ്സിനെ പിടിക്കുന്നത്. യങ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് ഓക്കെ ആക്കിയാൽ എന്താണ്, കുറേ ഡെക്കഡ്സിനുള്ളൊരു എമൗണ്ട് അവർക്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റും, അത് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് അവർ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് യങ് കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏർലി ബ്രാൻഡ് ലോയാലിറ്റി ഓഫൻ കണ്ടിന്യൂസ് ടു അഡൾട്ട്ഹുഡ്. ഓക്കെ, ഏർലി ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി അവർ അതേ രീതിയിലുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പ്രസൻറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായി വന്നാൽ ഡെഫിനറ്റ്ലി അതെന്ത് വരെ കണ്ടിന്യൂ ചെയ്യും, അഡൾട്ട്ഹുഡ് വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. കമ്പനി യൂസസ് ക്രാഡിൽ ടു ഗേവ്. ഓക്കെ, സോ ദിസ് പെർട്ടിക്കുലർ വേർഡ് ക്രാഡിൽ ടു ഗേവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രാഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ടിൽ, ആട്ടുതൊട്ടിലിനെയാണ് നമ്മൾ ക്രാഡിൽ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ഗ്രേവ്? വി ഓൾ നോ ശവക്കലറിനെയാണ് നമ്മൾ ഗ്രേവ് എന്ന് പറയുന്നത്. സോ അത് കണക്ട് ചെയ്യുക. അതായത് ചെറുപ്പം മുതൽ മരണം വരെ ഒരു പ്രൊഡക്റ്റിന് അവർക്ക് ട്രസ്റ്റ് വർത്തി ആക്കി കൊടുത്താൽ ദിൽ യൂസ് ദാറ്റ് ടിൽ ദേ ഡൈ. ഓക്കെ, അവർ മരിക്കുന്ന വരെ അവർ കൃത്യമായിട്ട് അത് തന്നെ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ മാർക്കറ്റിംഗ് ടു ബിൽഡ് ലൈഫ് ലോങ് ലോയാലിറ്റി. ലൈഫ് ലോങ് ലോയാലിറ്റി മാത്രമല്ല പലതരം കാര്യങ്ങൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നൗ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് വി കെൻ സീ മാർക്കറ്റേഴ്സ് യൂസസ്. ഇനി 3 റീസൺസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നൗ ലെറ്റ്സ് ഡിസ്കസ് ഫർദർ. Marketers uses sound effects, bright colors, jingles, animated characters and glossy ads to grab children's attention. സോ മെയിനായിട്ട് അവർ കുട്ടികളുടെ അറ്റൻഷനാണ് നോക്കുന്നത്. സോ എങ്ങനെയെങ്കിലും അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആരുടെ അറ്റൻഷനാണ് സീക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കുട്ടികളുടെ. They want the children to be so encouraged and so excited to see all these kind of ads. അല്ലേ, നല്ല രസകരമായിട്ടുള്ള സൗണ്ടുകൾ, കളർ, ജിംഗിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെക്കില്ലേ, ഒരു മസാലയ്ക്കായാലും ഒരു സോപ്പ്, ഡയറി മിൽക്കിനൊക്കെ നമ്മൾ വെക്കുന്ന ആ ഒരു മ്യൂസിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജിംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് അവർ ബേസിക്കലി ചെയ്യുന്നത്, കുട്ടികളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയാണ് അവർ മെയിനായിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. TV ഈസ് ദ ഈസിയസ്റ്റ് വേ ബട്ട് മാർക്കറ്റേഴ്സ് ഓൾസോ ടാർഗറ്റ് ദം ത്രൂ വെബ്സൈറ്റ്, ഐപാഡ്സ് ആൻഡ് ഫോൺസ്. TV ആണ് ശരിക്കും കുട്ടികൾക്ക് എത്താനുള്ളൊരു ഈസി വേ, ബട്ട് സ്റ്റിൽ വി കെൻ സീ വെബ്സൈറ്റ്സ്, ഐപാഡ് ആൻഡ് ഫോൺസ് ആർ ഓൾസോ ഇൻ ദ സെയിം കാറ്റഗറി. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ വെബ്സൈറ്റിലൂടെയും നമുക്ക് എന്ത് ചെയ്താലും അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഫോൺസ് ആയാലും ഐപാഡ്സ് ആയാലും, ബിക്കോസ് ഈ ഒരു ജനറേഷൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു 3 കാര്യങ്ങളിലാണ്. അതാണ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വെബ്സൈറ്റ്, ഐപാഡ് ആൻഡ് ഫോൺ അവിടെ കൃത്യമായിട്ട് കൊടുത്തു. പണ്ട് കാലം നോക്കുകയാണെങ്കിൽ TV വാസ് ദി ഓൺലി മീഡിയം വെർ ദ പീപ്പിൾ ഓർ വെർ ദ ചിൽഡ്രൻ ദേ യൂസ് ടു വാച്ച് something. Okay, so now in the next slide we can see ads, especially in teens magazine, show thin and attractive models, making teens compare themselves and feel insecure about their looks. സോ കുട്ടികൾക്ക് വരെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ആവും. എങ്ങനെ, നല്ല മോഡൽസ്, നല്ല തിൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ വെച്ചുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ അത് കാണുമ്പോൾ അവർക്ക് വിചാരിക്കും, ഷോ ഐ ആം നോട്ട് ദിസ് മച്ച് ബ്യൂട്ടിഫുൾ, ഷോ എനിക്ക് എന്താണ് അങ്ങനെ പറ്റാത്തത്, ഐ ആം നോട്ട് ഗുഡ് എന്നുള്ളൊരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ വരുത്തുന്നുണ്ട്. അല്ലേ, പോസിബിളി നോക്കുകയാണെങ്കിൽ ദർ ആർ സ്റ്റിൽ ചിൽഡ്രൻസ് ഹു യൂസ് ടു ബിലീവ് ദാറ്റ് ദേ ആർ നോട്ട് ഗുഡ് ലുക്കിംഗ്. അല്ലേ, സോ വി ഷുഡ് ബിലീവ് ദാറ്റ് വി ആർ ദ ബെസ്റ്റ്. അങ്ങനെ വിചാരിച്ചാൽ ഓക്കെ ആയിരിക്കും. ബട്ട് വെൻ ദ പീപ്പിൾ ഡസ് ലുക്കിംഗ് അറ്റ് ദ മോഡൽസ് ആൻഡ് ദേ യൂസ് ടു സേ, ഓ ഐ ആം വെരി ഫാറ്റ്, ഐ ആം വെരി അഗ്ലി, ദിസ് നോട്ട് പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ, അവർക്ക് സെൽഫ് എസ്റ്റീം അവരുടെ ഡൗൺ ആവാൻ തുടങ്ങും. ഓക്കെ, നൗ സീയിങ് പെർഫെക്റ്റ് മോഡൽസ് ഇൻ ദി ആഡ്സ് ക്യാൻ ഹാം ദെയർ സെൽഫ് എസ്റ്റീം ആൻഡ് ബോഡി ഇമേജ്, എസ്പെഷ്യലി അമംഗ് ടീൻസ് ആൻഡ് കോളേജ് സ്റ്റുഡൻസ്. കോളേജ് സ്റ്റുഡൻസിൻ്റെയും ടീൻസിൻ്റെ ഇടയ്ക്ക് വെച്ച് കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്, സെൽഫ് എസ്റ്റീം, അതുപോലെ തന്നെ ബോഡി ഇമേജിനെ അവർ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് ക്യാൻ ഹാം
themselves എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നൗ ഹിയർ വി ക്യാൻ സീ ടീൻസ് ആർ ഹൈലി അവെയർ ഓഫ് ബ്രാൻഡ് നെയിംസ് ആൻഡ് ട്രെൻഡ്സ് ഇൻ ഫാഷൻ ആൻഡ് ടെക്നോളജി. ഫാഷനിലും ടെക്നോളജി ഈ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ എവ്രി സിംഗിൾ ചൈൽഡ് ഇസ് പെർഫെക്റ്റ്ലി ഡെവലപ്ഡ് അല്ലേ. എല്ലാവർക്കും അറിയാം ഇപ്പോൾ ട്രെൻഡ് എന്താണ്, ഇപ്പോഴത്തെ ഡ്രസ്സിങ് സെൻസ് എന്താണ്, ഇപ്പോഴത്തെ ബെസ്റ്റ് ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ് ഏതാണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം അല്ലേ. സോ ദ ജനറേഷൻ ഇറ്റ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആൻഡ് ദ ട്രെൻഡ്സ് ഇൻ ഫാഷൻ ആൻഡ് ടെക്നോളജി എന്തായിക്കോട്ടെ, എന്തിൻ്റെ ട്രെൻഡ്സ് ആയിക്കോട്ടെ, ദ ചിൽഡ്രൻ ആർ പെർഫെക്റ്റ്ലി അവെയർ അബൌട്ട് ദാറ്റ്. Kids often want to purchase because everyone has one or you see it a lot. ഒരു ചില കാര്യങ്ങൾ കുട്ടികൾക്ക് വാങ്ങാൻ താല്പര്യം വരുന്ന എപ്പോഴാണ്, കുട്ടികൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. രണ്ടാമത്തത് മറ്റുള്ളൊരു കുട്ടിയുടെ അടുത്ത് ഉണ്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ അത് വാങ്ങാനുള്ളൊരു സാധ്യത, ഒരു താല്പര്യം കുട്ടികളുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. Ads suggest that products bring fun and happiness to life. ഓക്കെ, ചില പ്രൊഡക്റ്റുകൾ എന്താണ് നമ്മുടെ ലൈഫിൽ ഫൺ ആൻഡ് ഹാപ്പിനെസ് കൊണ്ടുവരാറുണ്ട്, ബട്ട് കോമൺലി നോക്കുകയാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരാറില്ല. ബട്ട് സ്റ്റിൽ വി കെൻ സീ ദ പ്രൊഡക്ട്സ്, ദി ആഡ്സ് എസ്പെഷ്യലി അല്ലേ. ചില ഫണ്ണി ആഡ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഫണ്ണി ആഡ്സ്. സോ അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ചിൽഡ്രൻ സ്റ്റിൽ എൻജോയ്ഡ് അല്ലേ. ഈവൻ വെൻ വി ആർ ഇൻ ദിസ് പെർട്ടിക്കുലർ ഏജ് നമുക്ക് ഇപ്പോഴും ആ ചില എന്താണ് മെലഡീസും ചില ജിംഗിൾസൊക്കെ കേൾക്കുമ്പോൾ നമുക്കും എന്ത് തോന്നാറുണ്ട്, നമുക്കും ആ ഒരു ചിരി, ആ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് നമുക്ക് ചെറുതായിട്ട് തോന്നാറുണ്ട്. സെലിബ്രിറ്റീസ് ഇൻ ആഡ് മേക്സ് പ്രൊഡക്റ്റ് സീം മോർ ട്രസ്റ്റ് വേർതി ആൻഡ് അപ്പീലിംഗ് ആൻഡ് ഡിസൈറബിൾ. ഓക്കെ, ചില ബെസ്റ്റ് സെലിബ്രിറ്റീസ്, നമ്മൾ അടിപൊളിയാണെന്ന് വിചാരിക്കുന്ന സെലിബ്രിറ്റീസ് വരെ ഇതിൻ്റെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യെസ് ഇഫ് ദാറ്റ് സെലിബ്രിറ്റി ഈസ് ഡൂയിങ് ദിസ് ദെൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഈസ് വെരി ഗുഡ്. നമ്മൾ അങ്ങനെ വിചാരിച്ചു പോകും. ബിക്കോസ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിൽ തിങ്ക് യെസ് ഐ തിങ്ക് ദാറ്റ് പ്രൊഡക്റ്റ് ഇസ് ബെസ്റ്റ് ബിക്കോസ് ദിസ് പെർട്ടിക്കുലർ ആക്ടർ വാസ് ആക്ടിങ് ഇൻ ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ എന്താണ്, യെസ് അവിടെയും എന്താണ് ആളുകളുടെ ട്രസ്റ്റ് വാങ്ങിയെടുക്കുകയാണ്. നല്ല നല്ല ആക്ടേഴ്സിനൊക്കെ വെച്ച് അവർ അഭിനയിപ്പിച്ചിട്ട് ആളുകളുടെ ട്രസ്റ്റ് വാങ്ങിയെടുക്കുമ്പോൾ അവിടെയും എന്താണ് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. ആ ഒരു പ്രൊഡക്റ്റ് കുറച്ചും കൂടെ നല്ലതാണ്, ബെറ്റർ ആണ്, ഡിസൈറബിൾ ആണെന്ന് വരെ ആൾക്കാർക്ക് തോന്നാൻ തുടങ്ങും. ബിഹൈൻഡ് ദ ഗ്ലാമർ ഓഫ് അഡ്വർടൈസിങ് ദെയർ മേ ബി നെഗറ്റീവ് ഇമ്പാക്ട്സ്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബാക്ക് സൈഡ് ഉണ്ട്, ദാറ്റ് ഈസ് നെഗറ്റീവ് പാർട്ട് അല്ലേ. സോ അതുപോലെ തന്നെ എന്താണ് പിയർ പ്രഷർ, മെറ്റീരിയലിസം ആൻഡ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അല്ലേ. ഇതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്ട്സ്. പിയർ പ്രഷർ, കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രഷർ, ആ ഒരു മോഡൽസിനെയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. മെറ്റീരിയലിസം അല്ലേ, അവരുടെ അടുത്തുന്നുണ്ട്, സോ ഐ തിങ്ക് ഐ ഓൾസോ നീഡ് ദാറ്റ്, എനിക്കും അത് വേണമെന്ന് തിങ്കിങ് ലെവൽ വരും. പിന്നെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ, ഒട്ടും തന്നെ പ്രതീക്ഷിക്കാണ്ട് ചിലപ്പോൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് എന്താവാം, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആകാം അല്ലേ. വാങ്ങുന്ന പ്രൊഡക്റ്റിന് നമ്മൾ ഉദ്ദേശിച്ച അത്രയും ക്വാളിറ്റി ഉണ്ടാവാണ്ടിരിക്കാം. സോ അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് എന്തിൽ കാണാൻ പറ്റും, ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫീൽഡിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് our chapter teens to toys to teens. Okay, so make sure that you're reading the textbook as well as the question answers. Okay, so thank you guys.